സ്മൃതി മുദ്രകളിലേക്ക് വീണ്ടും സ്വാഗതം. മലയാള കവിത പാടിയാണ് വളർന്നത്. താരാട്ട് പാട്ടിൻ്റെ ഈണമാർന്ന ചെറുശ്ശേരി കവിതകളിലൂടെ, ഭക്തി നിറവിൻ്റെ രാമകഥയിലൂടെ, ചങ്ങമ്പുഴയുടെ രമണഗീതങ്ങളിലൂടെ, നാറാണത്ത് ഭ്രാന്തൻ്റെ നാട്ടുപാട്ടിലൂടെ എന്നും കവിത പാടി മുന്നേറിയപ്പോൾ ഈ ദശകം മറ്റൊരു കവിയെ സ്നേഹത്തോടെ നെഞ്ചിലേറ്റി. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. ഞാൻ പറയാതെ തന്നെ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സ്മൃതി മുദ്രകളുടെ ഇന്നത്തെ എപ്പിസോഡിലെ നമ്മുടെ അതിഥി മറ്റാരുമല്ല, ശ്രീ മുരുകൻ കാട്ടാക്കട. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. സാധാരണഗതിയിൽ എനിക്ക് ഈ കവിതയോട് വലിയ ഭ്രമമുള്ള ആളല്ല, പക്ഷേ കണ്ണട എന്നെ ഭയങ്കരമായിട്ട് പിടിച്ച് വലച്ചു കളഞ്ഞ ഒരു സാധനമാണ്. ലളിതമായതുകൊണ്ട് കുട്ടികൾക്ക് വലിയ എളുപ്പമാണ്. അതെ 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 അത് വളരെ സിമ്പിൾ ലാംഗ്വേജ് എന്നുള്ളതാണ് അതിൻ്റെ. ഈ തുടക്കം മുതലൊന്ന് ആദ്യത്തെ കാലം പോലും, കാര്യം നമ്മുടെ ഇതിൻ്റെ ഉദ്ദേശം തന്നെ പഴയ കാലഘട്ടങ്ങൾ ഓർക്കുക എന്നുള്ളതാണ്. സ്കൂള് എവിടെയായിരുന്നു? എൻ്റെ നാട് ഈ കാട്ടാക്കട എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ കാട്ടാക്കട. അപ്പോൾ കാട്ടാക്കടയിൽ ആമച്ചൽ എന്ന് പറയുന്നത് ആമച്ചൽ, അവിടെയാണ് നാട്. അപ്പോൾ അവിടെ ഒരു LP കുരുതങ്കോട് LP സ്കൂൾ എന്ന് പറയുന്ന സ്കൂളുണ്ട്. അവിടെയാണ് ഞാൻ ആദ്യമായി പഠിച്ചത്, 1ാം ക്ലാസ് മുതൽ. പിന്നെ അവിടെ പ്ലാവൂർ ഗവൺമെൻറ് ഹൈസ്കൂള്, പിന്നെ ഒറ്റശ്ശേരാമംഗലം ഒറ്റശ്ശേരാമംഗലം ഹൈസ്കൂള്, അത് കഴിഞ്ഞിട്ട് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ്, പിന്നെ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് ആർട്സ് കോളേജ്. അങ്ങനെയാണ് വിദ്യാഭ്യാസം. പിന്നെ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ കവിതയുമായിട്ടുള്ള പ്രണയം തുടങ്ങിയോ അതോ? ഞാൻ ആ കാലത്തൊക്കെ നന്നായി വായിക്കുമായിരുന്നു. ഇപ്പോൾ വായന വളരെ കുറവാണ്, അന്ന് നന്നായി വായിക്കുമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ സിനിമകൾ കാണുമായിരുന്നല്ലോ? പിന്നെ തീർച്ചയായിട്ടും എല്ലാ സിനിമകളും കാണുമായിരുന്നു. കുഞ്ഞായിരിക്കുമ്പോഴേ എൻ്റെ നാട്ടിൽ ഈ കാട്ടാക്കട ഈ ആമച്ചലിനടുത്ത് മണ്ഡപത്തിൻ കട വന്നൊരു നാടുണ്ട്, ഒരു സ്ഥലമുണ്ട്. അവിടെ ഉണ്ടല്ലോ ഇപ്പോഴും. അപ്പോൾ ഒരു അവിടെ അന്ന് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, ലക്ഷ്മി തിയേറ്റർ എന്ന് പറയും, പഴയ ഓല. അപ്പോൾ അവിടെ തറയിൽ ചെന്നിരുന്ന് സ്ഥിരമായി സിനിമ കാണുന്ന ഒരാളായിരുന്നു ഞാൻ. ആദ്യം കണ്ട സിനിമ വല്ല ഓർമ്മയുണ്ടോ? എനിക്കൊന്ന് അങ്ങനെ ഓർമ്മ, ഇതാ ഇവിടെ വരെ എന്നൊരു സിനിമ ഒക്കെയാണ് എൻ്റെ മനസ്സിൽ. ചെമ്മീൻ, ഇതാ ഇവിടെ വരെ, അതൊക്കെ ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട്. ചെന്ന് ഫ്രണ്ടിൽ മുന്നിൽ എല്ലാവരും കൂടെ ഇങ്ങനെ സ്ക്രീനിൽ നോക്കി, തറ മണ്ണ് ബെഞ്ച്, അത് കഴിഞ്ഞാൽ തറ നമ്മളെ പോലെ തറ വെക്കാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലത്ത് ഈ തിയേറ്ററിൽ നിന്ന് സിനിമ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ കണ്ട ഒരു, നമുക്ക് ആ കാലഘട്ടത്തിനെ പറ്റി വേറെയും പറയാം, പക്ഷേ ആ കാലഘട്ടത്തിൽ കണ്ട ഏതെങ്കിലും ഒരു സിനിമയോ അല്ലെങ്കിൽ അന്ന് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു പാട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കേൾക്കാം. അത് ഞാൻ ഈ പറഞ്ഞില്ലേ, എന്നും ഈ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത്, എന്നും ഈ ലക്ഷ്മി തിയേറ്ററിൽ ഈ മാറ്റിനി തുടങ്ങുന്നതും ഫസ്റ്റ് ഷോ തുടങ്ങുന്നതും ഒരേ പാട്ടിട്ടുകൊണ്ടാണ്. എൻ്റെ വീട്ടിലിരുന്നത് നന്നായി കേൾക്കാമത്. സുപ്രഭാതം തുടങ്ങുന്ന വീട്ടിലെ നീലഗിരിയുടെ ഈ പാട്ടാണ്. ഈ പാട്ട് കേൾക്കാത്തതായി ജീവിതത്തിൽ ആ കാലത്ത് ദിവസങ്ങളേ ഇല്ല. എനിക്ക് ഇതുപോലെ അനുഭവം ഉണ്ട്. പാട്ട് കേട്ടതിന് ശേഷം ഞാനത് പറയാം. ആണല്ലേ? ഇതിപ്പോൾ നമ്മളിത് കേൾക്കുക, ഇത് അപ്പോഴും നമ്മൾ മനസ്സിലാവും സമയമായി, മാറ്റിനിയുടെ സമയമായി, അല്ലെങ്കിൽ ഫസ്റ്റ് സമയമായി. ഈ പാട്ടായിരിക്കും ആദ്യം, സുപ്രഭാതം പാട്ടായിരിക്കും. അത് തീർച്ചയായിട്ടും ആ പാട്ട് മനസ്സിൽ തങ്ങിപ്പോയ പാട്ടാണ്. ഓക്കെ. സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയ ഉഷസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി,
അഞ്ജന കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ നിന്റെ നാലുകെട്ടിൻ്റെ പടിപ്പുരമുറ്റത്തു ഞാൻ എൻ്റെ മോയ് കൂടി പണിച്ചോട്ടെ ആഹാ ഓഹോ ആഹാ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ ഉഷസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. അല്ല ഈ നാടിനെ പറ്റി പറഞ്ഞാൽ ശരിക്കും എനിക്ക് അതാണ് അറിയേണ്ടത്. അവിടെ ഈ അന്ന് ഈ കൃഷിയും കാര്യങ്ങളൊക്കെ കൃഷി അതായത് ഇപ്പോഴും ഉണ്ട് കൃഷി. ഇപ്പോഴും അത്ര വലിയ സമൃദ്ധമല്ലെങ്കിലും കൃഷിയുള്ള ഒരു നാടാണ്, ഒരു വയൽ ഏലയാണ് എൻ്റെ നാട്. നെയ്യാറ്, നമ്മുടെ നെയ്യാറിൻ്റെ തീരത്താണ്. എൻ്റെ വീട് നെയ്യാറിൻ്റെ കരയിലായിരുന്നു. നെയ്യാറിനെ പറ്റിയിട്ട് എന്തെങ്കിലും എഴുതി? നെയ്യാറിന് പുഴകളെ സംബന്ധിച്ച് പൊതുവേ ഞാൻ എൻ്റെ തിരികെ യാത്ര എന്നൊരു കവിതയുണ്ട്. ഒരു 4 വരി പറയാം. തിരികെ യാത്ര, അത് തീർച്ചയായിട്ടും അത് ഈ ഭഗീരഥൻ എന്ന് പറയുന്ന ഭഗീരഥ പ്രയത്നം. അതായത് തപസ് ചെയ്താൽ നടക്കാത്ത കാര്യത്തെ അധ്വാനത്തിലൂടെ, മനുഷ്യാധ്വാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ഈ ഭഗീരഥ. അദ്ദേഹം അവിടെ നിന്ന് ആകാശഗംഗയെ കലപ്പ കൊണ്ട് വെട്ടി ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് സങ്കല്പം. അധ്വാനത്തിലൂടെ കൊണ്ടുവന്നു, അതാണ് ഈ ഭഗീരഥ പ്രയത്നം. അപ്പോൾ ഈ ഭഗീരഥനാണ് ഒരു കാലത്ത് ഊഷരമായിരുന്ന ഭൂമിയിലേക്ക് ഈ നദികളെ കൊണ്ടുവന്നയാൾ. ഇപ്പോൾ നദികൾ തിരിച്ച് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് ഈ എല്ലാം കൊണ്ടും ഉണ്ടായ ഈ വേദനകളിൽ നിന്ന് ഞങ്ങളെ തിരികെ യാത്ര എന്നാണ് കവിതയുടെ പേര്. മതിലുകൾക്കക്കരെ പുഴ കരഞ്ഞിടുന്നു വരിക ഭഗീരഥ വീണ്ടും, വരിക ഭഗീരഥ വീണ്ടും, വാമനന്മാരായളം നളന്നവരെൻ്റെ തീരങ്ങളിൽ വേലി ചാർത്തി. വേദന പാരതന്ത്ര്യത്തിൻ്റെ വേദന പോരൂ ഭഗീരഥ വീണ്ടും. തുള്ളിക്കളിച്ചു പുളിനങ്ങളെ പുൽകി പുലരികളിൽ മഞ്ഞാട ചുറ്റിക്കഴിഞ്ഞ നാൾ, വെയിലാറുവോളം കുറുമ്പൻ കുരുന്നുകൾ നീർതെറ്റി നീരാടി നീന്തിക്കളിച്ച നാൾ, വയലിൽ കലപ്പക്കൊഴുവിനാൽ കവിതകൾ വിരിയിച്ചു വേർപ്പണിഞ്ഞവനും കിടാക്കളും, കടവിലാഴങ്ങളിൽ കുളിരേറ്റു നിർവൃതി കരളിൽ തണുപ്പായി പുതച്ചോരു നാളുകൾ. ആ നാളുകളൊക്കെ നഷ്ടമാവുന്നതിനെക്കുറിച്ചുള്ള വേദന ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ട് ഭഗീരഥനോടുള്ള പ്രാർത്ഥനയാണ്. നീരുവിറ്റു അമ്മതൻ മാറുവിറ്റു. നമ്മൾ ഇപ്പം കുപ്പിയിൽ ആക്കി നമ്മൾ ജലം വിൽക്കുന്നു. നാളെ മറ്റന്നാൾ ഇപ്പോൾ ഒരു പഠനം പറയുന്നത് ഈ എയ്ഡ്സ് പോലുള്ള HIV പോലുള്ള അണുക്കളെ തുരത്താനാവശ്യമായ യൗഗികങ്ങൾ അമ്മമാരുടെ മുലപ്പാലിൽ അടങ്ങിയിട്ടുണ്ടെന്നൊരു കണ്ടെത്തൽ വരുന്നുണ്ട്. അത് കണ്ടെത്തി കഴിയുമ്പോൾ ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ഉൽപ്പന്നം അമ്മയുടെ മുലപ്പാലാവും. അപ്പം നമ്മൾ ഭാരതം ലോകത്തിൽ ജനസംഖ്യ 2ാം നിൽക്കുന്ന, മാനവശേഷി 2ാം നിൽക്കുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ വിറ്റ് കാശാക്കുന്നത് അമ്മമാരുടെ മുലപ്പാലായിരിക്കും. ഇപ്പോൾ നമ്മൾ ഭൂമിയിലെ നീര് വിൽക്കുന്നു, നാളെ അമ്മയുടെ മാറ് വിൽക്കും. നീരുവിറ്റ് അമ്മതൻ മാറ് വിറ്റു, ക്ഷീരവും കറവ കണക്കുപറ്റു, ഇനി വരും നൂറ്റാണ്ടിലൊരു പുസ്തകത്താളിൽ പുഴ എന്ന പേര് എൻ്റെ ചരിത പാഠം എന്നാവും. അല്ലേ? പുഴ നമ്മൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇതാ എങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു പുഴ, ഇതാണ് കാണാൻ പടത്തിൽ പടം കാണിച്ചു കൊടുക്കേണ്ടി വരും. ആ ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ എൻ്റെ നെയ്യാറിൻ്റെ വേദനയും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആ കവിത എഴുതി.